നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന താരമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവത്തിലൊക്കെ ചാണ്ടി ഉമ്മന്റെ ഇടപെടൽ കേരളം മുഴുവൻ അഭിനന്ദിക്കപ്പെട്ടതാണ്. അതിശക്തനായ ഒരു രാഷ്ട്രീയ നേതാവായി ചാണ്ടി ഉമ്മൻ ഉയർന്നു വരുന്നു എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഉമ്മൻചാണ്ടിയുടെ അതേ കഴിവും പ്രാപ്തിയും ജനങ്ങളുമായി ഇടപഴകാനുള്ള കഴിവും ചാണ്ടി ഉമ്മനുണ്ടെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നുള്ള സൂചന ശക്തമാവുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അച്ചു ഉമ്മൻ കോട്ടയം ജില്ലയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നാണ് സൂചന. കോട്ടയം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ നിന്നും അച്ചു ഉമ്മനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇതിനെക്കുറിച്ച് അച്ചു ഉമ്മനോ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മറ്റു നേതാക്കളോ ഒന്നും പ്രതികരിച്ചു കണ്ടില്ല. കോട്ടയത്തോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ തിരുവല്ലയിലോ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരോ അച്ചു ഉമ്മൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കാമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തിരുവല്ലയിൽ അച്ചു ഉമ്മൻ നിന്നാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം കോൺഗ്രസിനുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസിനാണ് ആ സീറ്റെങ്കിലും തിരുവല്ല സീറ്റ് ഒരു പക്ഷേ കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ സീറ്റും അച്ചു ഉമ്മന് മത്സരിക്കാൻ വേണ്ടി നീക്കിവെക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ടെന്നാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നത്. അതോടൊപ്പം കോട്ടയം ജില്ലയിലെ ഒരു പ്രമുഖ സീറ്റ് ഇപ്പോൾ CPM-ന്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റിലും അച്ചു ഉമ്മൻ ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്തേക്കാമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ 2002 തന്നെ KSU സംസ്ഥാന അധ്യക്ഷയാകുമെന്നുള്ള വർത്തമാനമൊക്കെ അന്ന് കേട്ടിരുന്നു. PC വിശ്വനാഥിന് പകരം അച്ചു ഉമ്മൻ KPCC അധ്യക്ഷനാകട്ടെ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് അന്ന് ഉയർന്നു വന്നത്. എന്നാൽ PC വിശ്വനാഥ് തന്നെ KSU അധ്യക്ഷനാകട്ടെ എന്ന് ഉമ്മൻചാണ്ടി തീരുമാനിച്ചതുകൊണ്ട് PC വിശ്വനാഥ് ആ സ്ഥാനത്ത് വരികയാണുണ്ടായത്. അന്ന് അച്ചു ഉമ്മനെ സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറക്കണമെന്ന ആഗ്രഹവുമായി പല കോൺഗ്രസ് നേതാക്കളും, പ്രത്യേകിച്ച് മുൻ കേന്ദ്രമന്ത്രിയായ കോൺഗ്രസ് നേതാവായിരുന്ന വയലാർ രവിയുടെ ഭാര്യ അന്തരിച്ച മേഴ്സി രവി അടക്കമുള്ളവർ അച്ചു ഉമ്മൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് നിർബന്ധം പിടിച്ചവരാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്കും അക്കാര്യത്തിൽ ആ സമയത്ത് താല്പര്യമുണ്ടായില്ലത്രേ. അതുകൊണ്ട് തന്നെ അച്ചു ഉമ്മൻ വിദ്യാഭ്യാസം നിർവഹിക്കുകയും പിന്നീട് ദുബായിൽ ജോലിക്ക് പോവുകയും വിവാഹം കഴിഞ്ഞ് നല്ലൊരു കുടുംബജീവിതം തുടരുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നാൽ അച്ചു ഉമ്മനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയാൽ അത് കോൺഗ്രസിന് വലിയ ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട്. അച്ചു ഉമ്മനെ വിവാഹം കഴിച്ചിരിക്കുന്നത് തിരുവല്ലയിലേക്കായതുകൊണ്ട് തിരുവല്ല സീറ്റിൽ അവർ നിന്നാൽ അത് പിടിച്ചെടുക്കാൻ കഴിയും. മാത്യു ടി തോമസ് ആണ് ഇപ്പോൾ തിരുവല്ലയിലെ MLA. ഇടതുപക്ഷത്തു നിന്നുള്ള 2 തവണ മന്ത്രിയായ മാത്യു ടി തോമസ് ആണ് ഇപ്പോൾ തിരുവല്ല MLA. അപ്പോൾ മാത്യു ടിയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഏക കോൺഗ്രസ് നേതാവ് അച്ചു ഉമ്മനാണെന്നുള്ള ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ സീറ്റ് പിടിക്കാൻ കോട്ടയം ജില്ലയിലെ മറ്റൊരു സീറ്റിലേക്കും അച്ചു ഉമ്മനെ കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ടെന്നാണ് ആ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ അച്ചു ഉമ്മനോ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയോ കുടുംബാംഗങ്ങളോ ഒന്നും ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും ഉമ്മൻചാണ്ടി ഭക്തരായ പല കോൺഗ്രസ് നേതാക്കളും അച്ചു ഉമ്മൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയാണ്.